അഷ്കറിന്റെ ശബ്ദം വീഡിയോ ജേർണലിസ്റ്റ് അല്പം ദൂരെയാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ സംഘടിച്ചു നിൽക്കുന്നത് ഏത് ഗ്രൂപ്പാണ്? സുജ, അത് LDF-ന്റെ BJP-യുടെയും പ്രവർത്തകരുണ്ട്. LDF പ്രവർത്തകരാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അത് നേതാക്കന്മാരല്ല, ഒന്നിലേറെ ആളുകൾ അവിടെ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഹുലിനെതിരെയുള്ള പരാതികളാണ് പറയുന്നത്. ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചു തുടങ്ങിയ പരാതികളാണ് LDF-ന്റെ പ്രവർത്തകർ അവിടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വോട്ട് ചോദിച്ചുവെന്ന LDF-നും BJP-ക്കും പരാതിയുണ്ടോ? അപ്പോൾ സുജിയ, BJP പ്രവർത്തകരാണ് ഈ പരാതിയുമായിട്ട് വന്നത്. അതോടുകൂടി LDF പ്രവർത്തകരും കൂടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ അവരിൽ നിന്ന് തേടാവുന്നതും കൂടെയാണ്. ഇവിടെ ആളുകളുണ്ട്, നമുക്ക് അവരോട് കൂടുതൽ പ്രതികരണം തേടാമെന്ന് കരുതുന്നു. എല്ലാവരും വളരെ രോഷാകുലമായിട്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഒന്ന് റോഡ് മാറ്റി തരും, റോഡിന്റെ ബ്ലോക്ക് മാറ്റി തരും, റോഡിന്റെ ബ്ലോക്ക് മാറ്റി തരും, പ്ലീസ് സഹകരിക്കോ, പ്ലീസ്. റോഡ് നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചോ, റോഡ് അത്രയും ബ്ലോക്കാണ്. വോട്ട് നടക്കണം. സിനോജ, ഇപ്പോൾ സിനോജന്റെ ക്യാമറയിലല്ല നമ്മളിപ്പോൾ കാണുന്നത്. സിനോജിന്റെ ക്യാമറയാണോ ഇത്? അഷ്കറിന്റെ ക്യാമറ ഔട്ടാണ്. സിനോജ, നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ചേട്ടൻ, അതെ, എന്റെ ക്യാമറ 23 ആണ്. ഇതിന് കാണാം. ചേട്ടൻ രാഹുൽ എന്താ കാണും? അത് ഓക്കെ, ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ്. രാഹുൽ ഇവിടെ വന്നിട്ട് അങ്ങനെ കൈ കാണിച്ചു, അത് ചിഹ്നല്ലേ? ഇങ്ങനെ കാണിച്ചാൽ ചിഹ്നയില്ലേ? വോട്ട് ചെയ്യാൻ നിന്നവരെ അടുത്ത് പോയിട്ട് കൈ കാണിച്ചു. അതെ, ഇങ്ങനെ കാണിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കാണിക്കാം, ഏത് സ്ഥാനാർത്ഥി ഇങ്ങനെ കാണിക്കാം, അത് വിഷയമല്ല. കൈകുപ്പി പോകാറ് അതാണ്. അല്ല, ഇങ്ങനെ കാണിക്കാതെ ഇത് എന്താണ്? എല്ലാ ആളുകളുടെ അടുത്തും കൈ കാണിച്ചു. അതാണ് വോട്ട് ചെയ്യാൻ വന്ന ക്യൂ നിൽക്കുന്ന ആളുടെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അവർ ഏതിനും ചെയ്യട്ടെ, ആരും ജയിക്കട്ടെ, അതൊക്കെ അവരവരുടെ ഇത് അല്ലേ? അത് ജനങ്ങൾ തീരുമാനിക്കണം. ജനങ്ങൾ മുൻഗണന എടുത്തിട്ട് തീരുമാനിക്കണം. എന്താണ് പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ കൂടുക ഇവിടെ. അതുകൊണ്ട് എവിടെയോ ഒക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ കണ്ടായിരുന്നോ കൈ കാണിക്കുന്നത്? കൈ കാണിക്കുന്ന അവൻ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെ കൈ കാണിക്കുന്നത് കണ്ടതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ പ്രശ്നമായത്. സുജ, ഇത് LDF-ന്റെ പ്രവർത്തകരാണ്. അവർ പറയുന്നത് രാഹുൽ അവിടെ പോയിട്ട് കൈ ഇങ്ങനെ കാണിച്ചു, അതായത് ചിഹ്നം കാണിച്ചു, അതുകൊണ്ടാണ് എതിർത്തതെന്ന് പറയുന്നു. പോലീസ് ഏതായാലും ഇവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ബൂത്തിന്റെ പരിസരമാണ്, അതുകൊണ്ട് റോഡ് ക്ലിയർ ചെയ്ത് വിടുകയാണ്. കൈ കാണിച്ച് ചിഹ്നം കാണിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ ചിഹ്നം. UDF-ന്റെ ചിഹ്നം, രാഹുൽ മാങ്കൂട്ടത്തിലെ ചിഹ്നം കൈപ്പത്തിയാണ്. ആ കൈപ്പത്തി വോട്ടർമാരെ ഉയർത്തിക്കാട്ടി, അതാണോ ആരോപണം? അതെ സുജി, അത് തന്നെയാണ് ആരോപണം. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം കൈ ഉയർത്തിക്കാട്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് LDF-ന്റെയും BJP-യുടെയും പ്രവർത്തകർ പറയുന്നത്. അതാണ് ഈ തർക്കത്തിന് കാരണമായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും പോകുന്നുണ്ട്. അല്ലമീൻ കൂടത്തിൽ പോകുന്നതാണ്. അല്ലമീന് കൃത്യമായി പറയാൻ കഴിയും എല്ലാ ബൂത്തിലും പോയിട്ട് ഈ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് അല്ലമീന് കൂടുതൽ പറയാൻ കഴിയും. കൈ കാണിച്ചാണോ കൈ കൂപ്പിയാണോ എന്നുള്ളത് കൃത്യമായി അല്ലമീന് പറയാൻ കഴിയും. ഏതായാലും ഇവിടെയുള്ള ബൂത്തിലുണ്ടായിരുന്ന LDF-ന്റെ BJP-ന്റെ പ്രവർത്തകർ പറയുന്നു അത് വോട്ട് അഭ്യർത്ഥിച്ചാന്ന് പറയുന്നു. അതാണ് ഈ തർക്കത്തിന് കാരണമായത്. ഇപ്പോൾ തർക്കമൊക്കെ തീർന്നോ? നമുക്ക് മറ്റു ബൂത്തുകളിലേക്ക് കൂടി പോകണം. അതുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ അഷ്കർ? പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പ്രശ്നങ്ങൾ പൂർണ്ണമായും